ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണിക് കിച്ചണിലേക്ക് സ്വാഗതം. വറുത്തരച്ച നല്ലൊരു കടലക്കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള തനി നാടൻ കടലക്കറിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കടലക്കറി തയ്യാറാക്കി എടുക്കാൻ എളുപ്പവുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. ഇവിടെ ഞാൻ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഈ 1 കപ്പ് കടല 250 ഗ്രാം ആണ് ഉള്ളത്. കടല തലേ ദിവസം രാത്രി തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കടല മിനിമം 8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ കടല ഒരു പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കണം. കുതിർത്തിയെടുത്ത കടല പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്ത സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിഞ്ഞെടുത്ത തക്കാളിയാണ്. ഒരു വലിയ സൈസിലുള്ള തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയാണ്. ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അരിഞ്ഞെടുത്ത ഒരു പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കടല വെന്ത് കിട്ടുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം. കടല മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ തന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന കുക്കർ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാട്ടോ. ഈ കടല വെന്ത് കിട്ടുന്ന ടൈം കൊണ്ട് നമുക്ക് നാളികേരം വറുത്തരച്ചെടുക്കാം. നാളികേരം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 കപ്പ് ചിരകിയ നാളികേരമാണ് എടുത്തിട്ടുള്ളത്. നാളികേരം പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ നാളികേരം ഞാൻ മിക്സിയുടെ ജാറിൽ ഒരു 2-3 വട്ടം കറക്കി ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തതാണ്. മിക്സിയുടെ ജാറിൽ ഇതേപോലെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരേപോലെ നാളികേരം വറുത്തെടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ 3 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതാണ്. ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നാളികേരം നല്ല ബ്രൗൺ കളറ് ആവുന്നത് വരെ വറുത്തെടുക്കണം. നാളികേരം കരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം. നാളികേരം വറുത്ത് ഇപ്പോൾ ഈ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ 1/4 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് 4 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 3 ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കണം. ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു സ്പൈസസിൻ്റെ ഫ്ലേവർ കിട്ടും. ഇതുപോലെ ഓൾ സ്പൈസസ് ചേർക്കാനില്ല എങ്കിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാളികേരം വറുത്ത് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നാളികേരം വറുത്ത് കൂടുതൽ ഡാർക്ക് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കളർ ചേഞ്ച് വന്നാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വറുത്തെടുക്കണം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം കരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. വറുത്തെടുത്ത നാളികേരം മിക്സിയുടെ ജാറിൽ ആദ്യം തന്നെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കടലക്കറി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് കുക്ക് ചെയ്തെടുത്ത കടല ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ കടലക്കറിയുടെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ആവശ്യത്തിന് വേണ്ട ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ലൂസായിട്ടുള്ള കടലക്കറിയാണ് വേണ്ടതെങ്കിൽ ഈ ഒരു ടൈമിൽ ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിവിടെ അല്പം തിക്കായിട്ടുള്ള കടലക്കറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി പാൻ അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ കടലയും അരപ്പും നന്നായിട്ട് മിക്സായി കുക്കായിട്ട് കുറുകി വരും. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ കടലക്കറി തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കണം. ഇവിടെ ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. 5 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതാണ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാളികേര കൊത്താണ്. അല്പം കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയാൽ മതി. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പാകം മതിയാകും. ഇനി നമുക്ക് കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിച്ച് ചേർത്തതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് നേരം നമുക്ക് കറി ഇതുപോലെ അടച്ചു വെക്കാം. അതിനുശേഷം അടപ്പ് മാറ്റി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് വേണ്ട കൺസിസ്റ്റൻസിയിൽ വേണം ഗ്രേവി റെഡിയാക്കി എടുക്കേണ്ടത്. കടലക്കറി ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച നാടൻ കടലക്കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.